വാഗ്ദാനങ്ങൾ ജലരേഖയായപ്പോൾ 3 മാസത്തെ ദാഹവുമായി ഒടുവിൽ ജനങ്ങൾ തെരുവിലിറങ്ങി. ഇടുക്കി ശാന്തൻപാറ പഞ്ചായത്തിലെ പൂപ്പാറ സീറോ ലാൻഡ് കോളനി നിവാസികൾ നടത്തിയ പഞ്ചായത്ത് ഓഫീസ് ഉപരോധ സമരത്തിനു മുന്നിൽ ഒടുവിൽ അധികൃതർക്ക് വഴങ്ങേണ്ടി വന്നു. പോലീസുമായി ഉണ്ടായ ശക്തമായ വാക്കേറ്റത്തിനും 1 മണിക്കൂർ നീണ്ട നാടകീയ രംഗങ്ങൾക്കും ഒടുവിലാണ് പഞ്ചായത്ത് അധികൃതർ സമരക്കാരുമായി അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറായത്. ജീവനക്കാരുടെ അനാസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണുമെന്ന ഉറപ്പിന്മേലാണ് സമരം താൽക്കാലികമായി നാട്ടുകാർ അവസാനിപ്പിച്ചത്. പൂപ്പാറ സീറോ ലാൻഡ് കോളനിയിലെ കുടിവെള്ള പ്രശ്നമാണ് ഒടുവിൽ ശക്തമായ ജനകീയ പ്രതിരോധത്തിന് വഴിമാറിയത്. എസ്റ്റേറ്റ് പൂപ്പാറ 12, 13 വാർഡുകളിലെ 45ഓളം കുടുംബങ്ങൾ ഒന്നിച്ച ശാന്തൻപാറ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമടങ്ങുന്ന സമരക്കാരെ പോലീസ് കവാടത്തിൽ തടഞ്ഞതോടെ അന്തരീക്ഷം തർക്കത്തിലേക്ക് മാറി. തങ്ങൾക്ക് രാഷ്ട്രീയം വേണ്ട, കുടിക്കാൻ ഒരു തുള്ളി വെള്ളം മാത്രം മതിയെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ജനങ്ങൾ ഓഫീസ് പടിക്കൽ നിലയുറപ്പിച്ചത്. ഒരു മണിക്കൂറോളം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ പഞ്ചായത്ത് അധികൃതർ സമരക്കാരുടെ പ്രതിനിധികളുമായി അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു. മതികെട്ടാഞ്ചോല കുടിവെള്ള പദ്ധതിയിൽ ആവശ്യത്തിന് വെള്ളമുണ്ടായിട്ടും കോളനിയിൽ വെള്ളമെത്താത്തതിന് ഓപ്പറേറ്റർമാരുടെ വാശിയാണെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. നിലവിൽ ഗുണഭോക്തൃ കമ്മിറ്റിയാണ് വെള്ളത്തിന്റെ വിതരണം കൈകാര്യം ചെയ്യുന്നത്. വെള്ളം തുറന്നുവിടാൻ ബാബു, മുരുകൻ എന്നിങ്ങനെ 2 പേരെയാണ് കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് വെള്ളം തുറന്നുവിടാതിരിക്കാൻ കാരണമെന്നാണ് സമരക്കാരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഗുണഭോക്തൃ സബ് കമ്മിറ്റി 1-ാം തീയതി വൈകുന്നേരം 4 മണിയോടുകൂടി കൂടുവാനും ഓപ്പറേറ്റർമാരായ മുരുകനോടും ബാബുവിനോടും നേരിട്ട് സംസാരിക്കാനും തീരുമാനിച്ചു. ഇവർ ഇത്തരത്തിൽ വഴങ്ങുന്നില്ലെങ്കിൽ ആളെ മാറ്റി പുതിയ ആളുകളെ നിശ്ചയിക്കും. താൽക്കാലികമായി മറ്റൊരാളെ ഏർപ്പാടാക്കി സബ് ടാങ്കിലേക്ക് വെള്ളം തുറന്നുവിടുവാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ വ്യക്തമാക്കി. നിലവിൽ അവിടുത്തെ ഗുണഭോക്ത കമ്മിറ്റിയാണ് അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഗുണഭോക്ത കമ്മിറ്റി തന്നെയാണ് അവിടെ വെള്ളം തുറന്നുവിടാൻ ബാബു, മുരുകൻ എന്ന 2 പേരെ ഏർപ്പാടാക്കിയിട്ടുള്ളതും. അവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ് വെള്ളം തുറന്നു വിടാത്തതാണ് എന്നുള്ളതാണ് സമരാനുകൂലികളുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗുണഭോക്ത കമ്മിറ്റി സബ് കമ്മിറ്റി 1-ാം തീയതി വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി കൂടാനും വെള്ളം തുറന്നു വിടുന്ന മുരുകനോടും ബാബുവിനോടും പഞ്ചായത്ത് തന്നെ നേരിട്ട് സംസാരിക്കാനും ഇനി അവർക്കത് വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ മാറ്റി തീരുമാനിക്കാനുമാണ് നിലവിൽ ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം. അവരുമായിട്ട് സംസാരിച്ച ശേഷം അന്തിമമായ തീരുമാനം എടുക്കുന്നത്. പഞ്ചായത്ത് അധികൃതരുടെ ഉറപ്പിന്മേൽ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചെങ്കിലും കടുത്ത മുന്നറിയിപ്പാണ് കോളനി നിവാസികൾ നൽകുന്നത്. വെള്ളം കിട്ടില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും സമരം ഉണ്ടാക്കും. ഇപ്പോൾ നടത്തുന്ന പോലെ അല്ല സമരം ഉണ്ടാകുന്നത്. ഉണ്ടാകുമ്പോ പറയാം എങ്ങനെയാ ഞങ്ങൾ ഉണ്ടാക്കണമെന്ന്. ഞങ്ങൾ ഒരിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് അവിടെ വന്ന് പണിയും കളഞ്ഞ് ഇവിടെ വന്ന് നിൽക്കണതേ. 2 ദിവസം ആഹാരം അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഒരു നേരം വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. അത് കാരണം വെള്ളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇപ്പൊ ഇത്രയും അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അവർ ശരിയാക്കി തന്നില്ലെങ്കിൽ ഞങ്ങൾ പോകേണ്ട സ്ഥലത്ത് ഞങ്ങൾ തീർച്ചയായിട്ടും പോകും. 1-ാം തീയതി നടക്കുന്ന യോഗത്തിൽ ശാശ്വതമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ കുട്ടികളെ അടക്കം മുൻനിർത്തി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പോടെയാണ് സീറോ ലാൻഡ് കോളനി നിവാസികൾ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചു മടങ്ങിയത്. സിറ്റി വിഷൻ, പൂപ്പാറ.